മൈൻഡ് മീഡിയയുടെ ഇന്നത്തെ സംഭാഷണത്തിൽ എൻ്റെ കൂടെയുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സതീഷ് നായരാണ്. വോട്ടേഴ്സ് കൺഫ്യൂഷൻ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥാനാർത്ഥിയെ ചൂസ് ചെയ്തെടുക്കാൻ മനഃശാസ്ത്രത്തിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംവാദിക്കാൻ പോകുന്നത്. നമുക്ക് സംഭാഷണത്തിലോട്ട് കടക്കാം. മൈൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വോട്ടിംഗ് ബിഹേവിയർ, വോട്ടിംഗ് കൺഫ്യൂഷൻ തിരഞ്ഞെടുപ്പ് കാലത്തെ മനഃശാസ്ത്രജ്ഞന്മാരുടെ ചിന്താ വിഷയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ആൾക്കാർ ഉന്നയിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആൾക്കാർ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പം, ചിന്താക്കുഴപ്പം ഉണ്ടോ എന്ന്. ഞാനിവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞനാണ്. എന്നെ കാണാൻ വരുന്ന പലരും അല്ലാത്ത പലരും ഈ ക്വസ്റ്റ്യൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും പല ആൾക്കാരും ഈ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് പറയും. അത് എന്തുകൊണ്ടാണ്, അത് പരിഹരിക്കേണ്ടതല്ലേ എന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങളും ചില പരിഹാരങ്ങളും നമുക്ക് അന്വേഷിക്കാം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പൊളിറ്റിക്കൽ ബിഹേവിയർ, വോട്ടിംഗ് സൈക്കോളജി എന്നിവയെപ്പറ്റി പലയിടത്തും എഴുതിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അതൊരു ചിന്താക്കുഴപ്പമല്ലേ? മനഃശാസ്ത്ര കാരണങ്ങൾ വല്ലതുമുണ്ടോ? ചിന്താക്കുഴപ്പം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ മുഴുവൻ വോട്ടർമാർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് അർത്ഥമില്ല. പക്ഷേ ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ചും യുവജനങ്ങൾ, നിങ്ങളിപ്പം വോട്ട് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം, ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാശയക്കുഴപ്പമുള്ളതായിട്ട് ധാരാളം പേര് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വിദ്യാഭ്യാസമുള്ളവരും ഈ പല മേഖലകളിൽ എക്സ്പെർട്ടൈസ് ഉള്ളവരും ഒക്കെ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ മാത്രമല്ല, സോഷ്യലായിട്ടുള്ള കാരണങ്ങൾ. മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഏത് വ്യക്തിക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവർ പോലും, ചില രാഷ്ട്രീയ പാർട്ടികളിലും മറ്റും വിശ്വസിക്കുന്ന ആൾക്കാർ പോലും പലരും ഈ കൺഫ്യൂഷൻ പ്രകടിപ്പിച്ച് കണ്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷന് മാത്രമല്ല, ഈ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുന്ന കാര്യത്തിനെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠനവിധേയമാക്കിയിട്ടുണ്ട്. എക്സ്പേർട്സ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ വോട്ടിംഗ് ബിഹേവിയറിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പം സ്വാധീനിക്കുന്ന വളരെ വ്യക്തമായിട്ടുള്ള, അത് ഏറെക്കുറെയൊക്കെ പ്രസിദ്ധമാണ്, പല പല ഫാക്ടേഴ്സുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം വ്യക്തികളുടെ സ്വാധീനം, വ്യക്തികളുടെ കാരിസ്മ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചില വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകതകൾ, ഒരാളുകളെ സ്വാധീനിക്കാനുള്ള അവരുടെ ചില കാരിസ്മാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരെ, സമൂഹങ്ങളെ, ചില പ്രത്യേക ജനവിഭാഗങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വളരെ ഒബ്ജക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ആണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം. പിന്നെ മറ്റു തരം പ്രലോഭനങ്ങൾ, പിന്നെ ബ്രെയിൻ വാഷിംഗ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ്, അതായത് നമുക്ക് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് മലയാളത്തിൽ പറയും. അതായത് ശക്തി തെളിയിക്കുന്ന, ശക്തി പ്രകടനം കാണിക്കുന്ന രീതിയിലുള്ളത്, ഇമോഷണലി നമ്മളെ ടൈം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ശരിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് തീരുമാനത്തെ പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് ധാരാളം പഠനങ്ങളും ഒബ്സർവേഷൻസും നിരീക്ഷണങ്ങളുണ്ട്. അത് ഏറെക്കുറെയൊക്കെ ശരി തന്നെയാണ്.